وأشهد أن لا إله إلا الله ولي الصالحين وأشهد أن محمدا عبده ورسوله خاتم الأنبياء والمرسلين وعلى آله وصحابته أجمعين والتابعين لهم بإحسان إلى يوم الدين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ രഹസ്യത്തിലും പരസ്യത്തിലും അവനെ സൂക്ഷിച്ച് തഖ്വ ചെയ്ത് ജീവിക്കാൻ എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു മുഅ്മിനെ സംബന്ധിച്ച് തൗഹീദ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അല്ലാഹുവിലുള്ള തഖ്വ കഴിഞ്ഞാൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അൽ അഖ്ലാഖ് അഥവാ സൽ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ മുൻകഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് കാണാം, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്, അല്ലാഹുവിന് തഖ്വ ചെയ്യുക എന്നതും അതുപോലെ തന്നെ സൽസ്വഭാവവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പൊ തൗഹീദ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അല്ലാഹുവിനോടുള്ള ഒരടിമയുടെ കടപ്പാട് അഥവാ ഫഅലുൽ അത്വാഅ വ തർക്കുൽ അൽ മുൻകറാത്ത്, ഫഅലു ത്വാആതി വ തർക്കുൽ മുൻകറാത്ത് അഥവാ നന്മ പ്രവർത്തിക്കലും തിന്മ ഒഴിവാക്കലും, അതാണ് നമ്മൾ സാധാരണ തഖ്വയായി പറയാറുള്ളത്. അത് അല്ലാഹുവുമായി നേരിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ആളുകളെ ഏറ്റവും അധികം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം, അത് അവിടുന്ന് പറഞ്ഞത് ഹുസ്നുൽ ഖുലുഖാണ്, സൽസ്വഭാവമാണ്. എന്നതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരാളുടെ സ്വഭാവം കേടുവന്നാൽ അവനിനി മുവഹിദാണെങ്കിലും അള്ളാഹുവിനോട് ഉള്ള ഹക്ക് കൃത്യമായി നിറവേറ്റുന്ന ആളാണെങ്കിലും അവന്റെ സ്വഭാവം മോശമായാൽ അത് കാരണമായി അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്നതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വഭാവം നന്നാക്കുക എന്നത് പ്രവാചകന്മാർ അവർ നിയോഗിക്കപ്പെട്ട ലക്ഷ്യമായിക്കൊണ്ട് തൗഹീദിനും അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നന്നാക്കലും കഴിഞ്ഞാൽ തുല്യ പ്രാധാന്യത്തോടെ നബിമാർ ഈ കാര്യം പഠിപ്പിച്ചതായി നമുക്ക് കാണാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിയോഗ ലക്ഷ്യമായി കൊണ്ട് പറഞ്ഞ ഹദീസിൽ അവിടുന്ന് പറഞ്ഞത് കാണാം, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എല്ലാ സൽ ഗുണങ്ങളും അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ അഖ്ലാഖ് നന്നാക്കുന്ന കാര്യത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ ഇസ്ലാം അതിൽ മൂന്നിലൊന്നായി ദീനിനെ വേർതിരിച്ചാൽ അതിന്റെ ഒരു ഭാഗം അഖ്ലാഖാണ്, സൽസ്വഭാവമാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. ഇനി അഖ്ലാഖുമായി ബന്ധപ്പെട്ട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളും അതുപോലെ തന്നെ ആയത്തുകളും ഹദീസുകളും അധ്യാപനങ്ങളും എടുത്താൽ അത് ധാരാളക്കണക്കിനാണ്. ഒരുപാട് നൂറുകണക്കിന് ഹദീസുകൾ ഓരോ ബാബുകളായിക്കൊണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മുഅ്മിൻ തീർച്ചയായും അവനിൽ ഉണ്ടായിരിക്കേണ്ട സൽഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു മുഅ്മിൻ ഒഴിവാക്കേണ്ടുന്ന ദുർഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് വിശദീകരിക്കുന്ന നൂറുകണക്കിന് ഹദീസുകളുണ്ട്. എന്നാൽ ഇബ്നു അബീ സൈദ് അൽ ഖൈറുവാനി റഹിമഹുല്ലാ അദ്ദേഹം തന്റെ റിസാല എന്ന കിതാബിൽ വളരെ മഹത്തരമായ 4 ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈ 4 ഹദീസുകൾ
ഇന്ന ജിമാഅൽ അഖ്ലാഖി തർജിഉ ഇലാ അർബഅത്തി അഹാദീസ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജവാമിഉൽ കലിമുകളിൽപ്പെട്ട 4 ഹദീസുകൾ. ഈ 4 ഹദീസുകളിൽ എല്ലാ സൽസ്വഭാവങ്ങളും ഈ 4 ഹദീസുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹിക്മ എന്ന കിതാബിൽ ഈ ഇബ്നു അബി സൈദ് അൽ ഖൈർവാനി റഹിമഹുല്ലാഹയുടെ വാക്കുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഹദീസുകളെ ഇമാം നവവിയുടെ അർബഊനിലും അതുപോലെ തന്നെ ഇമാം ഇബ്നു റജബ് അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹിക്മ എന്ന കിതാബിലും ഈ ഹദീസുകൾ വേറെ തന്നെ വിശദീകരിക്കുന്നു. ആ 4 ഹദീസുകൾ അതാണ് എല്ലാ സൽഗുണങ്ങളുടെയും ഖുലാസയായിട്ടുള്ള, അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള 4 കാര്യങ്ങൾ. അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ വിശദീകരിച്ച ആദാബു തരീഖ് എന്ന് പറയുന്ന നമ്മൾ വിശദീകരിച്ച കാര്യം അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസിന്റെ അവസാനത്തിൽ സമയമുണ്ടെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. വളരെ ചുരുങ്ങിയ ഭാഗം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. നോക്കൂ നിങ്ങൾ, ഈ 4 ഹദീസുകളെ സംബന്ധിച്ച് ഇബ്നു അബി സൈദ് അൽ ഖൈർവാനി റഹിമഹുല്ലാഹ് പറയാണ്, ഇന്ന ജിമാഅൽ അഖ്ലാഖി തർജിഉ ഇലാ അർബഅത്തി ഹദീസ്. ഈ 4 ഹദീസുകളിലേക്കാണ് എല്ലാ സർവ സൽസ്വഭാവങ്ങളും അടങ്ങുന്നത്. അതിലൊന്നാമത് അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അവിടുന്ന് പറഞ്ഞു, ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. തീർച്ചയായും നിങ്ങൾ ഒരുവനും മുഅ്മിനാവുകയില്ല തന്റെ നഫ്സിന് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ. ഇതാണ് രണ്ടാമത്തെ ഹദീസ്. മൂന്നാമത്തേത് അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസാണ്. അവിടെ നിന്ന് പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിം ഒരു മനുഷ്യന്റെ അവന്റെ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല ഏറ്റവും മുന്തിയ ഭാഗം എന്ന് പറയുന്നത് തർക്കുഹു മാ ലാ യഅനി, അവന് ഉപകാരമില്ലാത്ത കാര്യത്തിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസാണ്. അവിടെ നിന്ന് പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. 3 പ്രാവശ്യം അവിടെ നിന്ന് ആവർത്തിച്ച് പറഞ്ഞ വസിയത്താണ്, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഈ 4 ഹദീസുകൾ അദ്ദേഹം എടുത്തു കൊടുത്തിട്ട് പറയുകയാണ്, എല്ലാ സൽ സ്വഭാവങ്ങളുടെയും അടിത്തറ ഉൾക്കൊള്ളുന്നത് ഈ 4 ഹദീസുകളിലാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും ഈ ഹദീസ് വളരെ ശ്രദ്ധയോടെ പഠിക്കുകയും അതിൽ ഉൾച്ചേർന്നിട്ടുള്ള കാര്യങ്ങൾ നന്നായി നമ്മൾ ഗ്രഹിക്കുകയും അത് നമ്മുടെ സ്വഭാവത്തിൽ അത് പ്രതിഫലിക്കുകയും വേണം. ഇന്ന് നോക്കൂ, നിങ്ങൾ ഒന്നാമത്തെ റക്കീസ അല്ലെങ്കിൽ ഒന്നാമത്തെ അതിന്റെ അടിത്തറയായി പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താണ്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ ഖൈർ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഒന്നുകിൽ ഖൈർ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. ഇത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഒരു അടിമയുടെ സ്വഭാവത്തെ നന്നാക്കുന്ന വളരെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ, അതിലൊന്നാമത്തെ ഘടകം അത് ഈ ഹദീസിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഒരടിമയുടെ സൽസ്വഭാവത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ നന്നാക്കുന്ന 4 അടിസ്ഥാന ഘടകങ്ങൾ അതിലൊന്ന് ഈ ഹദീസിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അതെന്താണ്? സിയാനത്തുൽ ലിസാൻ അല്ലെങ്കിൽ ഹിഫ്ളുൽ ലിസാൻ എന്ന് പറയും. പറഞ്ഞാൽ നാവിനെ സംരക്ഷിക്കുക, അതിനെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത്. അതാണ് ഈ ഹദീസ് ഉൾക്കൊള്ളിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് ഫല്യഖുൽ ഖൈറൻ, അവൻ ഖൈർ പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ നിശബ്ദത പാലിക്കട്ടെ. അഥവാ ഇവിടെ സൽസ്വഭാവത്തിന്റെ അടിസ്ഥാനമായി നാവിനെ നിയന്ത്രിക്കുന്ന കാര്യം ഇവിടെ വിശദീകരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളുടെ സൽസ്വഭാവത്തെ ഏറ്റവും പ്രധാനമായി സ്വാധീനിക്കുന്ന കാര്യം അവന്റെ നാവാണ്. ഇസ്ലാമിലെ ഏതെല്ലാം സ്വഭാവങ്ങൾ, ഏതെല്ലാം ആദാബുകൾ നിങ്ങൾ എടുത്തു നോക്കിയാലും
അതെല്ലാം രണ്ട് കാറ്റഗറിയിലാണ് വരിക. ഒന്നുകിൽ അൽ ആദാബുൽ ഖൗലിയ അല്ലെങ്കിൽ ആദാബുൽ അമലിയ. ഒന്ന് കർമ്മപരമായ ആദാബുകളാണ്, മര്യാദകളാണ്, അല്ലെങ്കിൽ സംസാരപരമായിട്ടുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂടിയതാണ് ആകെക്കൂടെ നമ്മളോട് കൽപ്പിക്കപ്പെട്ടുള്ള, ദീനിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഖുലുഖ് എന്ന് പറയുന്നത്, സ്വഭാവം എന്ന് പറയുന്നത്, ആദാബ് എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന ഒരുവന്റെ നാവ് കേടുവന്നാൽ അത് മുഖേന അവന്റെ സ്വഭാവം മൊത്തത്തിൽ നശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ വിഷയത്തിൽ ധാരാളം റിസാലകൾ, ധാരാളം വിശദീകരണങ്ങൾ ഈ വിഷയത്തിൽ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ്, അവൻ സംസാരിക്കുന്നതിന് മുമ്പ് അവൻ ആലോചിക്കണം, തന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നത് തനിക്ക് അനുകൂലമാണോ അതല്ല പ്രതികൂലമാണോ, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതാണോ അതല്ല അള്ളാഹു വെറുക്കുന്നതാണോ, അതുപോലെ തന്നെ അത് കുറ്റകരമായതാണോ, അതുപോലെ തന്നെ പ്രതിഫലാർഹമായതാണോ അല്ലെങ്കിൽ അനുവദനീയമായതാണോ, അതല്ല നാളെ അതിന് വിചാരണ ചെയ്യപ്പെടുന്ന, ശിക്ഷയ്ക്ക് കാരണമാകുന്ന വാക്കുകളാണോ നാവിൽ നിന്ന് വരുന്നത് എന്ന് ഒരു മുഅ്മിൻ ആലോചിക്കേണ്ടതാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാവിന്റെ നിയന്ത്രണത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു ഷർത്തും ഒരു ജവാബും ഉൾക്കൊള്ളുന്ന ഒരു ഹദീസിലൂടെയാണ്. അറബി ഭാഷ പഠിച്ചവർക്കറിയാം, ഷർത്തും ജവാബും ഈ ഹദീസിൽ നമുക്ക് കാണാം. അതിൽ ഷർത്തായി പറയുന്നത് എന്താണ്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മുടെ സംസാരം അത് അള്ളാഹുവിങ്കൽ വിചാരണ ചെയ്യപ്പെടുമെന്നും, അതുപോലെ തന്നെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്, അവന്റെ ഹിസാബിന്റെ കീഴിലാണ്, അവന്റെ പരിപൂർണമായ മുറാഖബത്തിന്റെ ഉള്ളിലാണ് ഇത് വരുന്നത് എന്നും ഒരു മുഅ്മിൻ അവന്റെ നാവ് ചലിപ്പിക്കുമ്പോൾ അവൻ ആലോചിക്കണം. അതുകൊണ്ടാണ് ഇവിടെ നാവിന്റെ നിയന്ത്രണത്തെ രണ്ട് കാര്യങ്ങളുമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധിപ്പിച്ചത്. ഏതാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള ഈമാൻ ഒരു മനുഷ്യന്റെ നാവിനെ അവൻ സംസാരിക്കുന്നതിന് നിയന്ത്രിക്കണമെന്നാണ്. മുഅ്മിന് അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ആ ഈമാൻ അവന്റെ നാവിനെ എന്തു ചെയ്യും? നിയന്ത്രിക്കും. രണ്ടാമത്തത് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകത്തെ സംബന്ധിച്ചിട്ടുള്ള അവന്റെ ഈമാൻ അവന്റെ നാവിൽ നിന്ന് വരുന്ന സംസാരത്തെ നിയന്ത്രിക്കണം. ഇത് രണ്ടും ഈ ഹദീസിൽ ഉൾക്കൊള്ളുന്നതായി ഉലമാക്കൾ പറയുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, സാധാരണ നിലയിൽ നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ മൂന്നാൽ ഒരു ഇനത്തിൽപ്പെടും. ഉലമാക്കൾ പറഞ്ഞത് കാണാം, മൂന്നാൽ ഒരു ഇനത്തിൽപ്പെട്ട വാക്കായിരിക്കും ഒരു അടിമ പറയുക. ഒന്നാമത്തത് അൽ ഖൈർ, പൂർണ്ണമായ നന്മയായ വാക്ക്, അതാണ് ഒന്നാമത്തത്. ആ വാക്കിനെ സംബന്ധിച്ച് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫല്യഖുൽ ഖൈറൻ, അങ്ങനെ ഖൈറാണ് എന്ന് ബോധ്യമുള്ള വാക്ക് ഒരുവൻ പറഞ്ഞുകൊള്ളട്ടെ. ഖൈറായ വാക്ക് ആണ് എന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ അവനത് പറയാം. രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് അഷർ, പൂർണ്ണമായും ഷർറായിട്ടുള്ള വാക്കുകളാണ്. അങ്ങനെയുള്ള വാക്ക് അവൻ അക്കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. പൂർണ്ണമായും അവൻ ആ വാക്ക് ഒഴിവാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട ഹദീസുകൾ കാണാം. വളരെ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മോശമായ സ്ഥാനമുള്ള ആളുകൾ ഫുഹ്ഷുകൾ പറയുന്ന, ഫാഹിഷത്തുകൾ പറയുന്ന നാവുള്ള മനുഷ്യരാണ് എന്ന് പറയുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോ ഷർറാണ് എന്ന് ഒരുവന്റെ നാവിൽ നിന്ന് വരുന്ന ഷർറാണ് എന്ന് ഒരുവന് ബോധ്യമുണ്ടെങ്കിൽ അലൈക്കും സലാം, പിന്നീട് അവൻ ആ വാക്ക് പറയാൻ വേണ്ടി പാടില്ല. മൂന്നാമത്തെ ഇനം എന്ന് പറയുന്നത് മുതറദ്ദിദായ വാക്കാണ്. എന്ന് പറഞ്ഞാൽ അത് നന്മയാണോ തിന്മയാണോ എന്നതിൽ തന്നെ അവന് സംശയം ഉണ്ടാവും. മുത്തശാബിഹത്തായ വാക്കെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള വാക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്നവന് തോന്നിയാൽ ആ വാക്ക് അവൻ പറയാൻ പാടില്ല. അതും അവൻ ഒഴിവാക്കുകയാണ് വേണ്ടത്. അങ്ങനെ അവൻ ചെയ്താൽ നമുക്കറിയാം ഹദീസിൽ വന്നതുപോലെ ഫമൻ ഇത്തഖ ശുബ്ഹാത് ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി, ആരാണോ ശുബ്ഹത്തായ കാര്യങ്ങൾ, സംശയകരമായ കാര്യം, ഈ വാക്ക് ഞാൻ എന്റെ സഹോദരനോട് പറഞ്ഞാൽ അതിൽ ഷർറാണോ ഖൈറാണോ സംഭവിക്കുക എന്ന് എനിക്ക് നിശ്ചയമില്ല, ഉറപ്പില്ല, അതാണ് മുത്തറദ്ദിദ്, സംശയമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടാവാം,
അങ്ങനെയെങ്കിൽ പോലും അവനത് പറയാൻ പാടില്ല. അങ്ങനെ ഒരുവൻ ശുബ്ഹത്തായ കാര്യങ്ങൾ അവൻ ഒഴിവാക്കിയാൽ ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി, അവൻ അവന്റെ ദീനും അവന്റെ അഭിമാനവും അവൻ സംരക്ഷിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ഒരുത്തൻ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും നല്ല ഈമാനുള്ള ഒരു മനുഷ്യൻ, അവൻ അവന്റെ സംസാരത്തിൽ ഖൈറായത് മാത്രമേ അവൻ സംസാരിക്കാവൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കാൻ. ഈ കാര്യം ഒരു മനുഷ്യൻ അവന്റെ ജനങ്ങളോടുള്ള ഇടപാടിൽ അവൻ ഈ കാര്യം സൂക്ഷിച്ചാൽ അവന്റെ സ്വഭാവം ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്ന് വരുന്ന എല്ലാ റദീലത്തായ മോശമായ സ്വഭാവങ്ങളും ഈ ഒരൊറ്റ കാര്യം അവൻ ശ്രദ്ധിക്കുന്നതോടുകൂടി അവനെന്ത് ചെയ്യാൻ സാധിക്കും? മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇബ്നു അബി സൈദ് അൽ ഖൈറുവാനി റഹിമഹുല്ലാഹ് ഈ ജിമാഉൽ അഖ്ലാഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒന്നാമത്തെ ഇനമായി ഈ ഹദീസിനെ അദ്ദേഹം വിശദീകരിച്ചത്. എല്ലാ ആദാബുകളും അത് രണ്ടായി തിരിച്ചാൽ ആദാബുൽ ഖൗലിയയാണ്, അല്ലെങ്കിൽ അത് അമലിയയാണ്. മര്യാദ അത് ഒന്നുകിൽ വാക്കുകൊണ്ടുള്ളതാകാം, അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടുള്ളതാകാം. നാവ് നന്നാകുന്നതോടെ അതിന്റെ പകുതി എന്തായി? നന്നായി എന്നാണ് ഉലമാക്കൾ വിശദീകരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ഹദീസ് നമ്മൾ ഈ പറഞ്ഞതാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി, തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നതുവരെ, മാ യുഹിബ്ബു ലി നഫ്സിഹി, തന്റെ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതായ കാര്യം. ഇതാണ് രണ്ടാമത്തെ ഹദീസ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഈ രണ്ടാമത്തെ റക്കീസ, ഒരുവന്റെ സൽസ്വഭാവം നന്നാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ അടിത്തറ സലാമത്തുൽ ഖൽബ്, ഒരുവന്റെ ഹൃദയം നന്നാകുക എന്നുള്ളതാണ്. ഒരുവന്റെ കൽബിൽ നിന്ന് എല്ലാ മോശമായ സ്വഭാവ ഗുണങ്ങളും, ഈ പറയപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ കാര്യം ഒരുവന്റെ കൽബിൽ വന്നാൽ ബാക്കിയുള്ള എല്ലാ ഇതിനെ തുടർന്ന് വരുന്ന ഇതിന് വിരുദ്ധമായ എല്ലാ ദുർഗുണങ്ങളും ഒഴിവായി പോകുന്നതാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ ഈ ഹദീസുകളെ ജവാമി അൽ കലിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജവാമി അൽ കലിം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ ചുരുങ്ങിയ വാക്കുകളാണ്. ചുരുങ്ങിയ വാക്കുകളിൽ എന്നാൽ ഒരുപാട് കിതാബുകൾ എഴുതാൻ മാത്രം, വിശദീകരിക്കാൻ മാത്രം, ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു കിതാബ് എഴുതാൻ, അല്ലെങ്കിൽ നൂറുകണക്കിന് കിതാബുകൾ എഴുതപ്പെട്ടിട്ടുള്ള ഒരൊറ്റ കാര്യം ഈ പറയുന്ന ഒരു വാക്കിലുണ്ടാവും. അങ്ങനെയുള്ള ജവാമി ഉൽ കലിം അത് നൽകപ്പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ആ ഇനത്തിൽപ്പെട്ട ഹദീസുകളിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള കാര്യമാണ് ഈ രണ്ടാമത്തെ ഹദീസ് നമ്മൾ വായിച്ചത്. അവിടുന്ന് പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും ഈമാൻ പൂർത്തിയാവുകയില്ല, അഥവാ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ഈമാൻ അത് പൂർത്തിയാവുകയില്ല എന്നാണ്. ഹത്താ യുഹിബ്ബ ലി അഖീഹി, തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നതുവരെ. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഹലാലായിട്ടുള്ളതും നന്മയായിട്ടുള്ളതുമായ കാര്യങ്ങൾ തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹത്താ യുഹിബ്ബ ലി അഖീഹി, ഇവിടെ മുഅ്മിനായ തന്റെ സഹോദരന് തനിക്ക് എന്തെല്ലാം സംഗതി അവന് ഇഷ്ടപ്പെടുന്നുണ്ടോ അതെല്ലാം മറ്റ് സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടണമെന്നുള്ളതാണ്. ഇത് വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള വാക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരൊറ്റ സംഗതി ഒരു മനുഷ്യന്റെ കൽബിൽ വന്നു കയറിയാൽ, അതവന് ഈ ഗുണം ഒരുവന് ആർജിക്കാനായാൽ അതിനെ തുടർന്ന് ഒരുപാട് ദുർഗുണങ്ങൾ ഒഴിഞ്ഞു പോകും. ഒരുവന് അസൂയ, അതുപോലെ തന്നെ വിദ്വേഷം, വെറുപ്പ്, അതുപോലെ തന്നെ ഏഷണി, അതുപോലെ ഗീബത്ത്, നമീമത്ത് തുടങ്ങിയിട്ടുള്ള എല്ലാ തിന്മകളും ഈ പറയുന്ന ഒരു കാര്യം, ഈ ഒരൊറ്റ ഹദീസ് അത് ഒരുവന്റെ കൽബിൽ ഇടം പിടിച്ചാൽ, ഈ ഹദീസിൽ പറയുന്ന കാര്യം ഒരുവന്റെ കൽബിൽ ഇടം പിടിച്ചാൽ അതോടുകൂടി മറ്റൊരുപാട് തിന്മകൾ, തിന്മയായ മോശമായ സ്വഭാവങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാ യുഹിബ്ബു ലി നഫ്സിഹി, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യം. വളരെ വലിയ അർത്ഥതലങ്ങളിലുള്ള വാക്കാണ്. നമ്മൾ എന്താണോ നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ സഹോദരന് വേണ്ടിയും നമ്മൾ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. ഒരുവന്റെ കൽബ് ഏറ്റവും വലിയ വിശാലത കൈവരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഹദീസ് അവൻ ഉൾക്കൊണ്ടാൽ അവന്റെ കൽബ് വിശാലമാവും. അതിനെ തുടർന്ന് ഒരുപാട് റദീലത്തായ മോശമായ ദുർഗുണങ്ങൾ അവന്റെ കൽബ് വിട്ടു പോവുകയും ചെയ്യും. നമ്മൾ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയാറുള്ളത് പോലെ, അല ഫഇന്ന ഫിൽ ജസദി മുദ്ഗ,
തീർച്ചയായും അറിയുക, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അതാണ് ഖൽബ് എന്ന് പറയുന്നത്. ആ സാധനം നന്നാകാൻ ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിന്റെ, അവന്റെ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല ഭാഗം എന്ന് പറയുന്നത് അവന് ഉപകാരമില്ലാത്ത കാര്യം അവൻ ഒഴിവാക്കുക എന്നതാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഒരുവന്റെ സ്വഭാവത്തെ നന്നാക്കുന്നതിൽ ഏറ്റവും പങ്കുവഹിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അൽ ബുഅ്ദു അനിൽ ഫുദൂൽ, മോശമായ ഉപകാരമില്ലാത്ത കാര്യങ്ങളെ തൊട്ട് അകലുക. വദ്ദുഖൂലു ഫീമാ ലാ യഅനി, ഒരു ആവശ്യവുമില്ലാത്ത കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരവും ചെയ്യാത്ത കാര്യത്തിൽ അവൻ അതിലേക്ക് പ്രവേശിക്കാതിരിക്കുക. ഇത് രണ്ടും ഈ പറയപ്പെട്ട കാര്യം ഒരുവന്റെ സൽസ്വഭാവത്തെ വളരെ വലിയ അളവിൽ അത് നന്നാക്കും എന്ന് ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അനാവശ്യമായ വാക്കുകൾ, അതുപോലെ തന്നെ അനാവശ്യമായ സംസാരം, അനാവശ്യമായ പ്രവർത്തനം, ഫുദൂലുകൾ എന്ന് പറയുന്നത് ധാരാളമുണ്ട് ഇനങ്ങൾ. അത് ഫുദൂലായ നോട്ടമാകാം, ആവശ്യമില്ലാത്തതിലേക്കൊക്കെ നോക്കുക. അതുപോലെ തന്നെ ഫുദൂലുൽ കലാം, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളാകാം. അതുപോലെ തന്നെ ഫുദൂലുൽ സിമാ, ആവശ്യമില്ലാത്ത കേൾവികളാകാം. പിന്നെ ഫുദൂലുൽ അഅമാൽ, അതുപോലെ തന്നെ അനാവശ്യമായ കർമ്മങ്ങളാകാം. ഇത് മുഴുവൻ ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഇതിൽ നിന്ന് അവൻ അകലം പാലിക്കണം. ഇതിലേക്ക് ഒരുവൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ, അതിലേക്ക് ഒരു പരിധിയുമില്ലാതെ ഒരു മുഅ്മിൻ അതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവന്റെ സ്വഭാവം കേടുവരും എന്ന കാര്യം ഉറപ്പാണ്. ഒരുവൻ ഈ പറയപ്പെട്ട അനാവശ്യമായ സംഗതികളിൽ നിന്ന് വിട്ടുനിന്നാൽ അവന്റെ സ്വഭാവം നന്നാകും എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ ഹദീസാണ്. ഇന്നത്തെ കാലത്ത് ഇതിന് വളരെ വലിയ പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ ഓരോ ദുനിയാവിൽ നമ്മുടെ ചുറ്റുപാടും ഇടപഴകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ദുനിയാവിനോ ആഖിറത്തിനോ എന്തെങ്കിലും നിലക്കുള്ള ഉപകാരം നൽകുന്നതാണോ നമ്മൾ ഈ കേൾക്കുന്നത്? അതല്ല നമ്മുടെ ഏതെങ്കിലും നന്മ വർദ്ധിപ്പിക്കുന്നതാണോ നമ്മൾ ഈ കാണുന്നത്? അതുപോലെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ നോക്കുന്നത്, ഇതെല്ലാം സഹോദരങ്ങളെ ഈ പറയപ്പെട്ട നമ്മുടെ സ്വഭാവങ്ങളെ ഒന്നുകിൽ നന്നാക്കുകയോ അല്ലെങ്കിൽ കേടുവരുത്തുകയോ ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധ നമ്മൾ ഈ വിഷയത്തിൽ കൊടുക്കണമെന്നാണ് ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. ഇവിടെ നോക്കൂ, ഈ ഹദീസിന്റെ അവസാനം തർക്കുഹു മാ ലാ യഅനിഹി എന്ന് പറയുന്നു. അഥവാ ഉപകാരമില്ലാത്തത് പിന്നെന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്ന് ഈ ഹദീസിൽ പറയുന്നുണ്ട്. അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു വഴിയിൽ ഒരു തിന്മ കണ്ടു. സാധാരണ നിലയിൽ ആളുകൾ അനാവശ്യമായത് എന്നതുകൊണ്ട് സാധാരണ മനുഷ്യന്മാർ പലതും ഉദ്ദേശിക്കും. അതൊരിക്കലും ഹവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിക്കുന്നതല്ല. ചില ആളുകൾ വഴിയിൽ ഒരു തിന്മ കണ്ടാൽ അത് തടയാതെ അവന്റെ വഴിക്ക് പോവും. എന്നിട്ട് പറയും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, ബിമാലായാനി മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാലായാനി എന്ന് പറയും. അങ്ങനെയല്ല, ഇവിടെ അവന്റെ ഹവക്കനുസരിച്ചല്ല അവൻ തീരുമാനിക്കുന്നത് അത് ഉപകാരമുള്ള കാര്യമാണോ ഉപകാരമില്ലാത്ത കാര്യമാണോ. മറിച്ച് അവനത് തീരുമാനിക്കുന്നത് ശരീഅത്തിന്റെ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ്. അഥവാ ശരീഅത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ ഉപകാരമുള്ള അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അവിടെ ഇടപെടൽ നമുക്ക് നിർബന്ധമായി തീരും. അതുപോലെ തന്നെ ഇടപെടൽ പുണ്യകരമായ സന്ദർഭങ്ങൾ ഉണ്ടാവും. അവിടെ ഒന്നും ഇടപെടാതെ അതിൽ നിന്നെല്ലാം ഒഴിവായി പോവുക എന്നല്ല പറഞ്ഞതിനർത്ഥം. മറിച്ച് നമ്മൾ നമ്മുടെ ദീനിന്റെ മീസാനിൽ വെച്ച് നമ്മൾ പരിശോധിക്കണം. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങിച്ചൊല്ലുന്നതുമായ കാര്യങ്ങൾ അത് ഈ പറഞ്ഞതുപോലെ ഫലായിയാത്ത് അല്ലെങ്കിൽ ഫുദൂലുകളാണെങ്കിൽ അനാവശ്യമായതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അതെങ്ങനെയാണ് ബോധ്യപ്പെടാം? നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ നമുക്കത് ദുനിയാവിൽ എന്തെങ്കിലും നന്മ കൊണ്ട് തരുന്നതാകണം, അല്ലെങ്കിൽ ആഖിറത്തിൽ നമുക്ക് പ്രതിഫലാർഹമായ കാര്യമാകണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ നമ്മളോട് കൽപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യമാകണം. ഇതൊന്നുമല്ലാത്ത ഒരു കാര്യം നമ്മുടെ ഇടയിൽ കണ്ടാൽ നമ്മൾ കാണുന്നില്ലേ, പിന്നെ ദുനിയാവിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഹറാമായ വിനോദങ്ങളെ സംബന്ധിച്ച് അതിൽ ചർച്ച ചെയ്യുന്ന ആളുകൾ,
അതുപോലെ തന്നെ അനുവദിക്കപ്പെട്ട വിനോദങ്ങൾ ഉണ്ടാവും, അതിൽ തന്നെ അനാവശ്യമായ മേഖലകളിലേക്ക് തർക്കിക്കുകയും അതിലിടപെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെ. ഓരോ സീസണുകൾ എത്തിയാൽ ഓരോ കായിക മാമാങ്കങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഗതികളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതിനെ തുടർന്ന് ചർച്ച ചെയ്യാനും സമയം വെറുതെ പാഴാക്കി കളയാനും ഒരു ആവശ്യമില്ലാത്ത, ദുനിയാവിൽ ഉപകാരമുള്ളതാണോ? അല്ല. ആഖിറത്തിൽ അവന് ഉപകാരം ചെയ്യുമോ? അതുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അതിന് ചെവി കൊടുക്കുകയും അതിൽ നമ്മൾ ഇടപെട്ട് നമ്മളെന്തെങ്കിലും അഭിപ്രായങ്ങളോടെ പാസാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സഹോദരങ്ങൾ നമുക്ക് കാണാം. അത് മുഴുവനായും ഒരു മുസ്ലിം എന്ത് ചെയ്യണം? ഒഴിവാക്കണം എന്നുള്ളതാണ്. അവന് ഈ പറയപ്പെട്ട ഉപകാരം ദീനിനോ ദുനിയാവിനോ ഉപകാരമില്ലാത്ത ഏതൊരു വാക്കാണെങ്കിലും അത് ഈ ഗണത്തിൽ പെടും എന്നുള്ളതാണ്. അതവൻ ഒഴിവാക്കുക തന്നെ വേണം. അതിലവൻ മുഴുകിയാൽ അവന്റെ സ്വഭാവത്തെ അത് ബാധിക്കും. അവൻ അത് ഒഴിവാക്കിയാൽ തീർച്ചയായും ഈ ഹദീസ് പറഞ്ഞതുപോലെ അവന് ഒരുപാട് സൽഗുണങ്ങൾ അതുവഴി നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നാലാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്നുള്ളതാണ്. അവിടെ 3 തവണ ആവർത്തിച്ച് പറഞ്ഞ ഹദീസാണ്. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരുവന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ നന്നാക്കുന്ന കാര്യങ്ങളിൽ 4ാമത്തെ റക്കീസ, 4ാമത്തെ അടിസ്ഥാനം അൽ ബുഅ്ദു അൻ ശുറൂറിൻ നഫ്സ്, ഒരുവന്റെ നഫ്സിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, ഷർറ്, അതായത് ആളുകൾ അവരുടെ വികാരം കൊണ്ട് ചെയ്തു പോകുന്ന, ശരീരം ചെയ്തു പോകുന്ന തിന്മകൾ, വികാരം കൊണ്ട് അവരുടെ ശരീരം പ്രവർത്തിച്ചു പോകുന്ന തിന്മകൾ, ജനങ്ങളോട് അവർ പ്രവർത്തിച്ചു പോകുന്ന അക്രമങ്ങൾ, ഇതെല്ലാം ഈ പറയുന്ന ഹദീസ് മുഖേന ഒരുവന് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവിടെ നിന്ന് പറഞ്ഞു ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാൻ, ഔസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് വസിയത്ത് തന്നാൽ. അവിടെ നിന്ന് പറഞ്ഞു ലാ തഗ്ളബ്, നീ കോപിക്കരുത്. വീണ്ടും ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തഗ്ളബ്, വീണ്ടും പറഞ്ഞു അദ്ദേഹത്തോട് നീ കോപിക്കരുത്. 3ാമത് ചോദിച്ചു, 3ാമതും അവിടെ നിന്ന് പറഞ്ഞു ലാ തഗ്ളബ്, നീ കോപിക്കരുത്. നോക്കുങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തുകൾ അത് വേറെ തന്നെ പഠിച്ച എഴുതപ്പെട്ട കിതാബുകൾ അതിൽ പറഞ്ഞതായി കാണാം. ഈ വരുന്ന ആളുകൾ അവരുടെ സ്വഭാവ സവിശേഷതക്കനുസരിച്ച് അവർക്ക് എവിടെയാണോ വീക്കുള്ളത് ആ ഭാഗം പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൊടുക്കാറുണ്ടായിരുന്നു? അവർക്ക് നിർദ്ദേശങ്ങൾ, വസിയത്തുകൾ കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ ഈ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ 3 തവണ അവിടുന്ന് ആവർത്തിച്ച് പറയാൻ ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഉലമാക്കൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം, ഗളബിനെ സംബന്ധിച്ച്, കോപത്തെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. അവ്വലുഹു ജുനൂനുൻ വആഖിറുഹു നദമുൻ. കോപം എന്ന് പറയുന്നത് അവ്വലുഹു ജുനൂനുൻ, തുടക്കം എന്ന് പറയുന്നത് ജുനൂനാണ്, ഭ്രാന്താണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ കോപിച്ചു കഴിഞ്ഞാൽ അവൻ സാദൃശ്യപ്പെടുക ആരോടായിരിക്കും? ഒരു മജ്നൂൻ, ഒരു ജുനൂനുള്ള ഭ്രാന്തുള്ള ഒരാളെ പോലെ ആയിരിക്കും ഒരാൾ കോപിച്ചാൽ അയാളുടെ തുടക്കം ഉണ്ടാകുക. വആഖിറുഹു നദമുൻ, അവസാനം എന്തായിരിക്കും? ഖേദമായിരിക്കും അവനുണ്ടായിരിക്കുക എന്നാണ്. അപ്പൊ അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് കോപം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടുന്ന കാര്യമാണ്. കോപം സംഭവിക്കുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ ആ കോപം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാൻ നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം. ആലോചിച്ച് നോക്കൂ, ഈ കോപം ഒരുവൻ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങൾ, തകരുന്ന സ്വഭാവ ഗുണങ്ങൾ ധാരാളക്കണക്കിനാണ്. എത്രയോ ആളുകൾ അവരുടെ കുടുംബ ബന്ധങ്ങൾ നശിച്ചുപോകുന്നു, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം വഷളാകുന്നു, ഭാര്യ ഭർത്തൃബന്ധം അത് തകർന്നു പോകുന്നു. അതുപോലെ തന്നെ ആളുകൾ അവരിൽ നിന്ന് അകന്നു പോകുന്നു, നല്ല സൗഹൃദങ്ങൾ, നല്ല കൂട്ടുകാർ അവർക്ക് ഉണ്ടാകുന്നില്ല, അവരുടെ ബന്ധുക്കളെല്ലാം അകന്നു പോകുന്നു. ഇതെല്ലാം സംഭവിക്കും എപ്പോഴാണ്? ആളുകളോട് വളരെ പരുഷമായി ഇടപെടുക എന്ന് പറയുന്നത്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ നിഅമത്തായി, ഈ നുബുവത്തിന് സഹായകമായി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഏറ്റവും വലിയ കാര്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലൻ ഫദ്ലു മിൻ ഹൗലിക്. എന്താണ്? താങ്കൾ വളരെ പരുഷപ്രകൃതനും വളരെ വേഗത്തിൽ കോപിക്കുന്ന ആളുമായിരുന്നെങ്കിൽ ലൻ ഫദ്ലു മിൻ ഹൗലിക്,
താങ്കളുടെ അടുത്തു നിന്നും താങ്കളുടെ ചുറ്റും നിന്നും ആളുകൾ വളരെ വേഗം തെറ്റിപ്പോകുമായിരുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ്, താങ്കളോടുള്ള അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, താങ്കളെ അള്ളാഹു എന്താക്കി, താങ്കളുടെ സ്വഭാവം വളരെ സോഫ്റ്റ് ആക്കി എന്നുള്ളത്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്, താങ്കൾ വളരെ പരുഷപ്രകൃതനും കോപിക്കുന്ന ആളുമായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റുമുള്ള ആളുകൾ വളരെ വേഗം ഒഴിഞ്ഞു പോയേനെ. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക. വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിർദ്ദേശം നൽകുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ സ്വഭാവം, ഈ കോപം എന്ന് പറയുന്ന ഈ സ്വഭാവം, അത് നമ്മുടെ എല്ലാ ഗുണങ്ങളെയും, എല്ലാ സ്വഭാവപരമായ എല്ലാ ഗുണങ്ങളെയും തകർത്തുകളയും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുവനിലുണ്ട്. പക്ഷെ ഈ പറയുന്ന കാര്യം ഒരുവന് പാലിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അവന്റെ സ്വഭാവത്തിൽ ഈ പറയുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം, വസിയത്ത് അവൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഈ ബാക്കിയുള്ള ഗുണങ്ങളൊന്നും ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുകയില്ല. അവനിൽ നിന്ന് ആദ്യം അവന്റെ പേര് കേട്ടാൽ അവരാലോചിക്കുക എന്തായിരിക്കും, അവൻ പറയുന്ന വാക്കുകളോ, അവനിൽ നിന്ന് പുറത്തേക്ക് പിന്നെ അവൻ പറയുന്ന വാക്കുകളോ, അവൻ പറയുന്ന വലിയ വലിയ കാര്യങ്ങളോ, നന്മകളോ ഒന്നും ആളുകൾ പരിഗണിക്കുകയില്ല. അവന്റെ പെരുമാറ്റം വളരെ പരുഷമായ സ്വഭാവമാണ് അവൻ സ്വീകരിക്കുന്നതെങ്കിൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ പറഞ്ഞു, ഗളബ്, ദേഷ്യം വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചുള്ള കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. പരമാവധി കോപം വരുന്നത് നമ്മൾ ഒഴിവാക്കുക. ഇനി വന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചില തൗജീഹാത്തുകൾ, ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചാൽ നമുക്ക് കോപത്തെ വളരെ നല്ല നിലയിൽ അടക്കാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം, ഇദാ ഗളിബ അഹദുക്കും ഫൽയസ്കുത് വഇദാ ഗളിബ അഹദുക്കും ഫൽയസ്കുത്, നിങ്ങൾ ആരെങ്കിലും കോപിച്ചാൽ ഫൽയസ്കുത്, അവൻ എന്ത് ചെയ്യട്ടെ, അവൻ മൗനം പാലിക്കട്ടെ എന്ന്. നിങ്ങൾ ആലോചിച്ചു, കോപം കൊണ്ട് ഒരു മനുഷ്യന് ജനങ്ങൾക്ക് എന്തെല്ലാം പ്രയാസം, അവന്റെ ചുറ്റിലുമുള്ള ആളുകൾക്കും അവനും എന്തെല്ലാം പ്രയാസം ഉണ്ടാകുമോ ആ പ്രയാസങ്ങളെ മുഴുവൻ തടയിടുന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൗജീഹാത്തുകളെല്ലാം നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്താണ് നമ്മൾ പറഞ്ഞേ ഫല്യസ്കുത്ത്, അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന്. കോപം വന്നാൽ പിന്നെ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. കോപം വന്നു കഴിഞ്ഞാൽ പിന്നീട് മിണ്ടരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു പകുതി പ്രയാസം അതോടുകൂടി നീങ്ങിക്കിട്ടും. അതുകൊണ്ടുണ്ടാകുന്ന ഷർറ് പകുതി അതുകൊണ്ട് ഒഴിവായി. അതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ തൗജീഹാത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗജീഹ് നോക്കുങ്ങൾ വളരെ മനോഹരമാണ്. ഒരുവൻ കോപിച്ചാൽ ചില ആളുകളെ നമുക്ക് കാണാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ കോപത്തെ അടക്കുന്നത് കാണാം. പക്ഷെ അവൻ ആ പറയുന്ന വാക്കുകളിൽ അള്ളാഹു വെറുക്കുന്ന വാക്കുകളുണ്ടാവും, അവന്റെ കൂടെയുള്ള ആളുകളുടെ മനസ്സ് മുറിപ്പെടുത്തുന്ന വാക്കുകളുണ്ടാവും, ഒരുപക്ഷെ അവന്റെ നരകപ്രവേശനത്തിന് പോലും കാരണമാകുന്ന വാക്കുകളുണ്ടാവും. അത്ര കടുപ്പമുള്ള വാക്കുകൾ അവന്റെ വായിൽ നിന്ന് ആ സമയത്ത് അവന്റെ നാവിൽ നിന്ന് പുറത്തു വരും. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കോപം നിങ്ങൾക്കുണ്ടായാൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഫല്യസ്കുത്ത്, നാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം, മൗനം പാലിക്കണം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത് അവിടുന്ന് പറഞ്ഞു, ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിമുൻ ഫല്യജ്ലിസ്, നിങ്ങൾ ആരെങ്കിലും കോപം വന്നാൽ അവൻ എന്ത് ചെയ്യട്ടെ, അവൻ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഫൽയജ്ലിസ്, അവൻ ഇരിക്കട്ടെ. അവൻ ഇരിക്കട്ടെ എന്നാണ്, നിൽക്കുകയാണെങ്കിൽ അവൻ ഇരിക്കണം. ഇനി അതുകൊണ്ടും അവന്റെ കോപം അടങ്ങുന്നില്ലെങ്കിൽ ഫല്യൽതജ, അങ്ങനെങ്കിൽ അവനൊന്ന് ചരിഞ്ഞ് കിടക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് നിർദ്ദേശങ്ങൾ കാണാം. ഒദു ഉണ്ടാക്കുക, വേഗം ഒദു എടുക്കുക. ഫല്യതവല്ല, വേഗം ഒദു എടുക്കുക. എന്താണത്, അവന്റെ കോപം തണുപ്പിക്കാൻ അതവനെ സഹായിക്കും. അതുപോലെ തന്നെ തഗയ്യുറുൽ മക്കാൻ, അവിടെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുക, വേഗം മാറുക, പുറത്തേക്ക് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാൻ വീട്ടിലേക്ക് വന്നു. അപ്പൊ അവിടെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. അപ്പൊ ചോദിച്ചു, എവിടെയാണുള്ളത്, എവിടെ അലി എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിന്നെ ചെറുതായി കോപിച്ചിട്ട് പുറത്തേക്ക് പോയതാണ്. എന്നിട്ട് പിന്നീട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നോക്കുക, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കോപം ഉണ്ടായപ്പോൾ അവിടെ നിന്നില്ല. ഒരാൾക്ക് കോപം സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ സന്ദർഭത്തിൽ നിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന് വേഗം പുറത്തേക്ക് പോവുക. ഇതും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻഗാമികൾ സഹാബത്തുമൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള രീതിയാണ്. അപ്പൊ ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ, ഒന്ന് എന്താണ്? നമ്മുടെ നാവിനെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ നമ്മുടെ കൽബ് വിശാലമാക്കുക. അഥവാ നമ്മൾ എന്താണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ കൂടെയുള്ള മുഅ്മിനീങ്ങൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുക. അതുപോലെ തന്നെ മൂന്നാമത്തത് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക. നാലാമത്തത് നമ്മുടെ കോപം അത് അടക്കി വെക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന ഷർറുകൾ പൂർണ്ണമായി നമ്മൾ തടയിടുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങൾ ഉലമാക്കൾ പറയുകയാണ്, ഈ 4 കാര്യങ്ങളും ഒരുവനിലുണ്ടായാൽ അവന്റെ സ്വഭാവം എന്താണ്? ഈ പറയപ്പെട്ട 100 കണക്കിന് ഹദീസുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൽ സ്വഭാവങ്ങൾ മുഴുവൻ ഈ 4 ഹദീസുകൾ ഒരുവൻ അവന്റെ ജീവിതത്തിൽ പാലിച്ചാൽ അത് മുഖേന അവന് നേടിയെടുക്കാൻ സാധിക്കും. ഇതാണ് ഇബ്നു അബി സൈദ് അൽ ഖൈറുവാനി റഹിമഹുല്ല ഈ 4 ഹദീസുകളിലായിക്കൊണ്ട് വിശദീകരിച്ചതാണ്. അതാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹികം എന്ന കിതാബിൽ വിശദീകരിച്ചത്. ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.